റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ബോംബ് ഭീഷണി. ബാങ്കിന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് റഷ്യൻ ഭാഷയിലാണ് സന്ദേശം എത്തിയത്. ബാങ്ക് തകർക്കും എന്നാണ് ഭീഷണി. മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡൽഹിയിലെ സ്കൂളുകൾക്ക് ഭീഷണി സന്ദേശം വന്നതിന് പിന്നാലെയാണ് RBIക്കും ഭീഷണി സന്ദേശം എത്തിയത്. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ഈ പരാതി പരിശോധിച്ച ശേഷം കേസെടുത്തതിനും ശേഷം എന്തൊക്കെ വ്യക്തമായി പോലീസിന്, എന്തൊക്കെ നടപടികളെടുത്തു? വീണ, തീർച്ചയായും പരാതി ലഭിച്ചതിനെ തുടർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മറ്റു അധികാര കേന്ദ്രങ്ങളും എല്ലാം തന്നെ. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഇമെയിൽ ഇത്തരത്തിലൊരു ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നു. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അത് റഷ്യൻ ഭാഷയിലാണ്. പക്ഷേ അതിന്റെ ഒറിജിൻ എവിടെ നിന്ന് എന്നത് സംബന്ധിച്ച ചില വിവരങ്ങളെല്ലാം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ എമർജൻസി നെറ്റ്വർക്കുകൾക്കും എല്ലാം ലഭ്യമായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല എന്നാണ് ഇതുവരെ പോലീസോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, ഡൽഹിയിലെ സ്കൂളുകൾക്കും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലുമാണ് ഇപ്പോൾ ഈ ഭീഷണി വന്നിരിക്കുന്നത്. നേരത്തെ ഇത് വിമാനങ്ങൾക്കെതിരെയും വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനെതിരെയും കാര്യമായ ഭീഷണികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ഗൂഢ സ്വഭാവമുള്ള ചില നീക്കങ്ങളാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണുള്ളത്. കാരണം നമുക്കറിയാവുന്നതാണ്, RBI എന്നൊക്കെ പറയുന്നത് കൃത്യമായും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു നിയന്ത്രണ സംവിധാനം കൂടിയാണ്. ആ സംവിധാനത്തെ കുറച്ചു നേരത്തേക്കെങ്കിലും നിശ്ചലമാക്കുക, അത്തരത്തിലുള്ളൊരു നീക്കം, അതുപോലെ തന്നെ വിമാന സർവീസുകളെ നിശ്ചലമാക്കുക, സ്കൂളുകളുടെ പ്രവർത്തനം നിശ്ചലമാക്കി ഭയം സൃഷ്ടിക്കുക എന്നൊരു നീക്കമാണ്. ഈ നീക്കം നടത്തുന്നത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഗൗരവതരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ IP അഡ്രസ്സുകൾ, അതായത് ഇമെയിൽ സന്ദേശം വന്ന IP അഡ്രസ്സുകൾ പരിശോധിച്ച് കൃത്യമായും ആ മേഖലയിൽ കൃത്യമായ അന്വേഷണം നടത്തി അന്താരാഷ്ട്ര ഏജൻസികൾ ആവശ്യമെങ്കിൽ അവരുടെ കൂടി പിന്തുണയോടെ കൃത്യമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഐസൺ.